ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മക്കൾ രണ്ടുപേരും എക്സാമിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് സൂമ്പക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 6:45 അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. കുട്ടികൾ പോയ ഉടനെ റവ ദോശയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അരച്ചു വെക്കാണ് കേട്ടോ. 1 കപ്പ് റവ, 1/4 കപ്പ് തേങ്ങ, 1/4 കപ്പ് തൈര് കൂട്ടി നല്ല മിക്സിയുടെ ജാറിൽ ഒരു സവാളയും ആഡ് ചെയ്യണേ. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ചുട്ട് വെക്കുന്നില്ല, ഇതെല്ലാം മരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന ഉടനെ തന്നെ ഇവർക്ക് കൊടുക്കാമല്ലോ. പിന്നെ അതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ളൊരു റെഡ് ചട്നി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഒനിയനും പിന്നെ കുറച്ച് 2-3 ഗ്രീൻ ചില്ലിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ, വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് തേങ്ങയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണമെങ്കിൽ കടുക് വറുത്തിടാം കേട്ടോ. അങ്ങനെ ഞാൻ സൂമ്പയ്ക്ക് പോയി അത് കഴിഞ്ഞു തിരിച്ച് റിട്ടേൺ വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല വെയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഹാറൂനാണ് എക്സാമിന് പോയിട്ടുള്ളത്. ഹംദാൻ ഇന്ന് സ്റ്റഡി ലീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദോശയ്ക്കൊക്കെ വേഗം ആക്കി വെച്ചത് കേട്ടോ. കാരണം ഞാൻ വരുമ്പോൾ തന്നെ ആൾ ഫുഡ് ചോദിക്കും. ചായയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ വന്ന ഉടനെ റവ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് തികഞ്ഞില്ല. 1 കപ്പ് എടുത്തിട്ട് നമുക്കൊന്നും ആയില്ല കേട്ടോ. കാരണം ഒരാൾക്കൊരു 3-4 ദോശ വേണ്ട വരും. നമുക്ക് ഒരുപാട് പരത്തി ചുടുന്ന ടൈപ്പല്ല, ഇത് ചെറിയൊരു പാൻ കേക്ക് പോലെയാണ് കേട്ടോ. കട്ടിയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹോൾസൊക്കെ ആയിട്ട് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ഒരുപാട് തവണയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ്ട് നമ്മളുടെ ചട്നി. സവാളയും പച്ചമുളകും മാത്രം വറുത്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് തേങ്ങയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റവ ദോശ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പമാണ് കേട്ടോ. പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറക്കണ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് രാവിലെ ഒട്ടും സമയം എടുക്കില്ല കേട്ടോ. ഒരു 20 മിനിറ്റോളം അരച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. സോഡാപ്പൊടി ഉപ്പും ലാസ്റ്റ് ആഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കേട്ടോ. അത്രയും സോഫ്റ്റാണ്, പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. തൈരൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക്. 1, 2, 3 കഴിച്ചാലൊന്നും മതിയാവില്ല. പിന്നെ റവ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജ്യൂസും അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ദോശയും നല്ല ഇഷ്ടമായി, ചട്നിയും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ റെസിപ്പി ഒന്നും പറഞ്ഞു തരില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ ഹംദാനുള്ളതും കൂടി ഒക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും ഞാൻ ജ്യൂസ് അടിച്ചതുണ്ടായതുകൊണ്ട് ഞാനത് കുടിച്ചിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ദോശ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹാസിമിന് ആദ്യം കൊടുത്തപ്പോൾ കഴിച്ചില്ല, പിന്നെ കൊടുത്തപ്പോൾ 2 കഴിച്ച് പിന്നെയും വേണമെന്നും പറഞ്ഞിട്ട് വാശിയായി. അങ്ങനെ മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അതിന് ഉച്ചക്കത്തേക്ക് ആവോലി വാങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേദിവസത്തെ മത്തങ്ങ എരിശ്ശേരി കറി ഓൾറെഡി ഉണ്ട്. പിന്നെ വഴുതനങ്ങ ഒന്നെങ്കിൽ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഫ്രൈ ആക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, വിനീഗർ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടാണ്, എന്നിട്ട് അതൊന്നിങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. വഴുതനങ്ങയും കുറച്ച് ദിവസം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നായിട്ട് വിചാരിക്കണേ. പിന്നെ ചോറിന് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇന്ന് കുത്തരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴുകി അതിലേക്ക് ഇടാണ് കേട്ടോ. ഈ ചെറിയ കുക്കർ വർക്ക് ചെയ്യൂല കേട്ടോ. അത് എന്തെങ്കിലും കഴുകാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രം എടുക്കലുള്ളൂ. അതിൻ്റെ മൂടി വർക്കിംഗ് അല്ല. ആകെ റെഡ് കുക്കറും പിന്നെ ഒരു വലിയ കുക്കറാണ് കേട്ടോ വർക്കിംഗ് ഉള്ളൂ. നമ്മളുടെ ഉച്ചക്കത്തേക്ക് മത്തങ്ങ അരിശ്ശേരി ഉണ്ട്. പിന്നെ കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കാമെന്നുള്ള പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന്. കാരണം ഹാസിമിനും ഹാറൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റൊക്കെ ഇരുന്ന് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു റെസിപ്പി വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. കണ്ടപ്പോൾ നല്ല എളുപ്പം തോന്നി കേട്ടോ. പക്ഷെ അത്ര വലിയ എളുപ്പമൊന്നും ആയിരുന്നില്ല എനിക്ക്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. എന്നാലും എള്ളുണ്ടയുടെ ഷേപ്പ് അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 പാക്കറ്റ് എള്ള് നല്ലോണം കഴുകിയിട്ട് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. 2 കപ്പോളം ഉണ്ടായിരുന്നു എള്ള്. പിന്നെ തലേദിവസം തന്നെ ശർക്കര ഉരുക്കിയത് ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ എടുക്കാമെന്നായിട്ട് വിചാരിക്കണം. അപ്പോൾ ശർക്കര ഒരു 2 കപ്പൊക്കെ ആണെങ്കിൽ ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് ആണ് ഞാൻ ഏകദേശം എടുത്തത്. അളവ് കറക്റ്റ് ആയിരുന്നില്ല കേട്ടോ. ശർക്കര കുറച്ച് കൂടുതലായിരുന്നു, കാരണം മധുരം കൂടുതലാണ്. അങ്ങനെ എള്ള് കഴുകി ഒന്ന് വെള്ളം
വരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടുതൽ വെക്കരുത്, അത് കുതിർന്ന് പോവും. അങ്ങനെ വഴുതനങ്ങയിലേക്ക് ഉപ്പും മഞ്ഞളും മുളകൊക്കെ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് അതും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മീനും ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് കരുതിയപ്പോൾ എള്ള ഒരുപാട് നേരം കഴുകി വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതങ്ങനെ കൈയോടെ തന്നെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വറുത്തതിന് ശേഷം നമ്മളുടെ ശർക്കര ഉരുക്കിയത് വെച്ചിട്ട് അതിന് നല്ലോണം വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഈ വറുത്ത വെള്ളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചുക്ക് പൊടിയും ഇട്ട് കൊടുക്കുക. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അങ്ങനെ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയത്. പക്ഷെ നമ്മൾ കാണണ അത്രയും എളുപ്പമല്ല എള്ളുണ്ടയ്ക്കുന്ന. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും അതൊരു അങ്ങനെ അത്രയും പെർഫെക്റ്റായിട്ട്, കാരണം ശർക്കരയുടെ അളവൊന്നും അത്ര കറക്റ്റായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ വറുത്ത എള്ള അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ശർക്കര വറ്റണമായിരുന്നു എന്ന് തോന്നി അത് ഇട്ടപ്പോൾ തന്നെ. പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ആ ശർക്കരയുടെ വെള്ളം വറ്റിച്ച് എടുത്ത് അതിലേക്ക് ചുക്കുപൊടിയും ഇട്ട് അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടയാക്കി എടുക്കണം. അങ്ങനെ കയ്യിൽ നെയ്യൊക്കെ പുരട്ടി എടുത്ത് ഉണ്ടയാക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം ഒട്ടി കിട്ടുന്നില്ല. ഉണ്ടയുടെ പാകത്തിന് അത് കയ്യിലേക്ക് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് കൈയാണെങ്കിൽ നല്ലോണം പൊള്ളുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന് ആറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൈ ഓൾറെഡി കഴുകി. അതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ശർക്കര ആയതുകൊണ്ട് കൈമേന്ന് വിട്ട് കിട്ടാനും പാടാണ്. സോപ്പിട്ടിട്ടും കയ്യിൽ നിന്ന് പോകണില്ല. അതാ പറഞ്ഞ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇതെങ്ങനെയും ഒന്ന് ഉണ്ടയാക്കി എടുക്കാമെന്ന് ഓർത്താൽ ഉണ്ടോട്ടാവണമില്ല. അങ്ങനെ അവസാനം കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ബോൾസായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ചൂടൊക്കെ ആറി ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു കണക്കിന് എന്തായാലും ഇത് കളയാൻ പറ്റില്ല, എന്തായാലും ബോൾസാക്കിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ബോളൊക്കെ ആക്കി എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നോർമലി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എള്ളുണ്ടാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡല്ലായിരിക്കും, നല്ല മുറുക്കം ഉണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റും കുറച്ച് മധുരവും കൂടുതലാണ്. ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. എള്ള് നമ്മുടെ ശരീരത്തിന് എത്ര ഗുണമുള്ള സംഭവമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഞാൻ തൂത്ത് തുടച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ പാത്രത്തിൽ നിന്ന്. എന്തായാലും സംഭവം എള്ളുണ്ടയുടെ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാറൂനാണ് ഇതിൻ്റെ ആൾ കേട്ടോ, ഹാസിം ഒന്ന് നോക്കിയിട്ട് തൊട്ട് നോക്കിയിട്ടൊക്കെ പോയി. പുളിപ്പൊരി കഴിച്ചൊന്നുമില്ല. ഹാറൂൻ ക്ലാസ്സിൽ നിന്ന് വന്ന ഉടനെ ഞാൻ ഒരെണ്ണം കൊടുത്തു. അപ്പോൾ മൂപ്പര് അത് തന്നെ പറഞ്ഞത് ഭയങ്കര സോഫ്റ്റുമാണ്, കുറച്ച് മധുരം ഇത്രയും വേണ്ടോ, എനിക്ക് ഇത്രയും മധുരമുള്ളത് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മര്യാദക്ക് നീ കഴിച്ചോളാം, നിൻ്റെ പേരും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത്, ഡെയിലി രാവിലെ ഓരോന്നെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിക്കായും ചായ കുടിക്കുന്ന സമയത്ത് ഓരോ എള്ളുണ്ടെടുത്ത് കഴിക്കൂട്ടെ, എന്തായാലും ശരീരത്തിന് നല്ല സംഭവമല്ലേ, എന്നാൽ വലിയ ആൾക്കാർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലൊക്കെ. അങ്ങനെ ഇവിടെ ഫോഴ്സ്ഫുള്ളി എല്ലാവരെയും തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സൂമ്പക്ക് പോയി വന്നുകൊണ്ട് രാവിലെ കുളിയും ഒക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ പോയി നിസ്കരിച്ച് ഫുഡ് കഴിക്കാറായി കഴിഞ്ഞപ്പോൾ ഫിഷും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, വഴുതനങ്ങയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തലേദിവസത്തെ ചോറ് ഒന്ന് തിളപ്പിച്ച് ഊറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിച്ചതിന് ശേഷമേ ഞാൻ ഇന്നത്തെ ചോറ് എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും ഹാറും വന്നിട്ടുണ്ട്. അങ്ങനെ ആൾ എടുത്ത് ഒന്ന് കടിച്ച് നോക്കണതിന് വേറെ ഒരെണ്ണം ഫുള്ളെടുത്ത് അങ്ങനെ വായിലേക്ക് ഇട്ടിട്ട്, അപ്പോൾ ആൾക്ക് കഴിക്കാനും പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അത് കഴിച്ച് കഴിയാറായപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ടേസ്റ്റ് ഇല്ല, ഇതിന് ഭയങ്കര മധുരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവനെയും കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഹാസിം ഇതുവരെ തൊട്ടിട്ടില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങൾ എൻ്റെ കപ്പ് കേക്ക് ആണെങ്കിലും ഒന്ന് നോക്കി വയ്ക്കും, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതാണ് ഞാൻ അപ്പം തന്നെ എടുത്ത് തിന്ന് തീർക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്, അത് വടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് രാത്രിയിലത്തേക്ക് ആവശ്യം വരാറുള്ളൂ, തലേദിവസം ചോറ് അത്യാവശ്യം ഇന്ന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കുപ്പിയിലേക്കൊക്കെ ആക്കി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വന്നെടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ എള്ളുണ്ട സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കിച്ചണിൽ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയൊക്കെ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒട്ടിച്ചേക്കുന്ന ടൈലൊക്കെ ഒന്ന് തേച്ചൊരച്ച് ഒന്ന് കഴുകാനുണ്ട്. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ആ ഒരു പണിക്ക് വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ, ക്ലീനിങ്ങിന്. അങ്ങനെ ഇതായിരുന്നു നമ്മളുടെ ഫുഡ്. ആവോലി ഫ്രൈയും മത്തങ്ങ എരിശ്ശേരി, വഴുതനങ്ങ ഫ്രൈ, പിന്നെ കോക്കനട്ട് ചമ്മന്തി ഉണ്ടല്ലോ അതും. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു.
കുഞ്ഞിനെയൊക്കെ ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് വശത്തെ ടൈല് നല്ലോണം ഉരച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള ഓവനും ഞാൻ നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ വെക്കാറുണ്ട്, അത് ഞാൻ ഉപയോഗിക്കലില്ല. അങ്ങനെ അതൊക്കെ മാറ്റി അതിൻ്റെ അകവും തുടച്ചു. നമ്മളുടെ മെയിൻ ഓവൻ ഉണ്ടല്ലോ അതിൻ്റെ അകവും തുടച്ചു. ഏറ്റവും ടോപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ നിറച്ച് പൊടിയായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ എങ്ങനെയൊക്കെയോ പടച്ച് കയറി അവിടെയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല എത്ര ഉരച്ചിട്ടും അതൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഡെറ്റോളും ജിഫും നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് സോപ്പ് പൊടിയും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉരച്ച് പിന്നെ അതങ്ങനെ അങ്ങോട്ട് സെറ്റായി കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എള്ളുണ്ടയുടെ കഥ ഞാനിനി കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.